ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർച്ചന പി. ഹായ് അർച്ചന. അർച്ചന 2023 സിവിൽ സർവീസ് പരീക്ഷയിൽ 40ാം റാങ്ക് നേടിയിരിക്കുന്നതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ബിഹാഫ് ഓഫ് എൻലൈറ്റ് IAS വി വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഓക്കെ, അർച്ചന, ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് പ്രിലിംസ് കഴിഞ്ഞ് ആസ്പിറൻസ് ഒരു ഡൗട്ടിങ് ഫേസിലാണ്. അതായത് പ്രിലിംസ് ക്ലിയർ ആകാത്ത ആസ്പിറൻസിനുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഒരു വർഷം അവർ എന്ത് ചെയ്യണമെന്നാണ്. അപ്പം അർച്ചന ആ ഒരു ഫേസ് വന്നില്ലെങ്കിലും 2017 മെയിൻസ് കഴിഞ്ഞിട്ട് മെയിൻസ് ക്ലിയർ ആകാത്തപ്പോൾ ഒരു ലോങ് ഡ്യൂറേഷനിൽ ഈ ഒരു ഡൗട്ടിങ് ഫേസിലായിരുന്നു. നമ്മുടെ ആസ്പിറൻസിന് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ അർച്ചന ആ സമയത്ത് എന്ത് ചെയ്തായിരുന്നു? ഞാൻ ചെയ്തതെന്ന് പറയുന്നത് മെയിൻസ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിൽ പ്രൈമറിലി നെക്സ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടി റെഡി ആവുക. അപ്പം അതിനുവേണ്ടി ഇത്തവണ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്തുവാണെന്ന് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറിലി. അപ്പോൾ എൻ്റെ ആൻസർ റൈറ്റിംഗ് നല്ല മോശമായിരുന്നു ആ ഒരു പീരീഡിൽ. ഞാനൊരു അറ്റംപ്റ്റ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു, എഴുതിയ ആൻസേഴ്സും ഒക്കെ. അപ്പോൾ അതും റിവ്യൂവും അധികമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻലൈറ്റിൽ അതിനാണ് ഫസ്റ്റ് അവിടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പം ആ ഒരു പീരീഡിൽ സിലബസ് വൈസ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഓരോ പോർഷൻ എടുത്ത് ആൻസർ റൈറ്റിംഗ് ചെയ്യുക. ഒരു ജാനുവരി ഫെബ് ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ പ്രിലിംസ് ഫെയിലായി നിൽക്കുന്ന ഒരു പീരീഡ് എനിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൽ പ്രൈമറിലി ചെയ്യുക എന്നുള്ളത്, നമ്മൾ GS ഓപ്ഷനിലൊക്കെ അത്യാവശ്യം പ്രിപ്പയർഡ് ആണെങ്കിൽ നെക്സ്റ്റ് മെയിൻസിന് വേണ്ടി റെഡി ആവുക. മെയിൻസ് എഴുതുന്ന കുട്ടികളെ പോലെ തന്നെ യു ഷുഡ് ഓൾസോ ബി റെഡി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി. ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നല്ലൊരു റിവ്യൂ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് പിയർ ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് ആൻസർ റൈറ്റിംഗ് എടുക്കുക. കാരണം അതാവുമ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ഒക്കെ ആയിരിക്കും. സിലബസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് അതിൽ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരത്തില്ല. അവർ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. യു വിൽ ഗെറ്റ് ഗുഡ് മെൻറ്റേഴ്സ് ഓൾസോ. അതായിരിക്കും ഒരു നല്ല സ്ട്രാറ്റജി. ഓക്കെ അർച്ചന, ഇതിപ്പം GSൻ്റെ ആണ്. അപ്പം നമുക്ക് അറിയാം ഒരു 500 മാർക്കോളം ഓപ്ഷൻ തന്നെയാണ്. അർച്ചനയുടെ ഓപ്ഷൻ സോഷ്യോളജിയാണ്. സോ എങ്ങനെയായിരുന്നു അർച്ചന ആ ഒരു പീരീഡിൽ ഓപ്ഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓപ്ഷണലിന് 2 കേസ് ഉണ്ടാവാം. ഒന്ന്, ഓപ്ഷനിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് ജസ്റ്റ് ആൻസർ റൈറ്റിംഗ് മാത്രം പെൻഡിങ് ഉള്ള ആൾക്കാരായിരിക്കാം. അതല്ലെങ്കിൽ ഓപ്ഷനിൽ പഠിക്കാനും ബാക്കി വെച്ചിട്ടുണ്ടാവാം ചിലവർ, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് പഠിക്കുക എന്നുള്ള രീതിയിൽ. 2 സ്ട്രാറ്റജിയാണ്. പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ സിമിലർ ടു GS നമ്മൾ കുറച്ച് ആൻസർ റൈറ്റിംഗ് ചെയ്യുക. എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ചെയ്യുക. ടോപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ വർഷം റൺ ചെയ്യുന്ന മെയിൻസ് ടെസ്റ്റ് സീരീസിലെ പേപ്പേഴ്സ് തന്നെ എടുത്തിട്ട് ഹൗ ആർ യു റൈറ്റിംഗ്, മെയിൻസ് എഴുതുന്ന ഒരാൾ എങ്ങനെ എഴുതുന്നു, ഹൗ യു ക്യാൻ അച്ചീവ് ദാറ്റ് ലെവൽ, അങ്ങനെ ഒരു സാധനം കമ്പയർ ചെയ്ത് ഗെറ്റ് ബെറ്റർ അറ്റ് ഇറ്റ്. പിന്നെ പഠിക്കാത്തതാണെങ്കിൽ കംപ്ലീറ്റ് ദി സിലബസ്. ബൈ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രിലിംസ് ആകുമ്പോഴത്തേക്കും നമ്മൾ മെയിൻസ് എഴുതുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മെയിൻസ് എഴുതാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ അർച്ചന പറഞ്ഞായിരുന്നു വി നീഡ് ടു കംപ്ലീറ്റ് ദ സിലബസ്. സോ കംപ്ലീഷൻ ഓഫ് ദ സിലബസിൽ ഒന്ന്, നമുക്ക് സിലബസിൻ്റെ കീ ടേംസിനെ കുറിച്ചൊരു ഗ്രാഹ്യം കാണണം. അപ്പോൾ അതിന് നമുക്കൊരു നോട്ട് മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. ഒന്നീ ആരെങ്കിലും തരുന്ന നോട്ട് നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. നമുക്കറിയാം നമ്മുടെ സ്വന്തം നോട്ടാണ് എപ്പോഴും വർക്കൗട്ട് ആകാൻ പോകുന്നത്. സോ ഇതിന് അർച്ചന എന്ത് ചെയ്തിരുന്നു? എപ്പോഴും സ്വന്തം നോട്ടാണ് ഏറ്റവും നമുക്ക് ഈസിലി മനസ്സിലാക്കാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നത്. പക്ഷെ പലപ്പോഴും ടൈം കൺസ്ട്രെയിൻഡ് കാരണമാണ് ആൾക്കാർ ചെയ്യാത്തത്. സോ അക്കോർഡിംഗ്ലി നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുക. ബട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ആ സമയത്ത് ടെസ്റ്റ് സീരീസുകൾ, ഇപ്പം ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയൊക്കെ ടെസ്റ്റ് സീരീസുകൾ, ഇപ്പോൾ വിഷൻ്റെ ടെസ്റ്റ് സീരീസ്, അതൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് വേണ്ട കണ്ടൻറ്റ്, നമുക്ക് റീപ്രൊഡ്യൂസബിൾ കണ്ടൻറ്റ്, അറിയാത്ത കണ്ടൻറ്റ്, അത് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. ഞാൻ എവർനോട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നു, സിലബസ് വൈസ് സ്പ്ലിറ്റ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എവർനോട്ടിൽ. ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ നല്ലൊരു കണ്ടന്റ് കിട്ടി, അതൊക്കെ അവിടെ ആഡ് ചെയ്യാം. ഓവർ ടൈം ഇത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും അത് എളുപ്പമാകുമായിരുന്നു. ഇനീഷ്യൽ അറ്റംപ്റ്റ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വർക്കിൻ്റെ കൂടെയൊക്കെ ആയതുകൊണ്ട് അതിനകത്തായി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഓക്കെ, മീൻസ് ബേസിക്കലി ഹൗ സ്ട്രോങ് നമ്മുടെ ഫൗണ്ടേഷൻ, അത് ഫോർത്ത് കമ്മിങ് അറ്റംപ്റ്റ്സിൽ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അർച്ചന എൻലൈറ്റിൻ്റെ ആൻസർ റൈറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. എൻലൈറ്റിൽ മെയിൻസ് ടെസ്റ്റ് സീരീസും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളായിരുന്നു. സോ ഇത് തമ്മിൽ എന്തായിരുന്നു അർച്ചനയ്ക്ക് മേജർ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തത്? ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ സിലബസ് കുറച്ചുകൂടെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിരുന്നു.
പിന്നെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്, നമുക്ക് ടൈമുണ്ട്, കുറച്ച് സിലബസസ് ഷോർട്ടർ ആയിരിക്കും. അപ്പം ഓരോ വീക്കിലും നമുക്ക് കവർ ചെയ്യേണ്ട കണ്ടന്റ് കുറവാണ്. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി എല്ലാ ഏരിയയും കവർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയി ഒപ്പീനിയൻസ് ഒക്കെ എടുത്ത് അങ്ങനെ പോകാവുന്ന ഒരു ഫോർമാറ്റാണ്. മെയിൻസ് ടെസ്റ്റ് സീരീസിലോട്ട് വരുമ്പോൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ പീരീഡ് ആണ്. പിന്നെ നമ്മളും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും, കാരണം നമുക്ക് മെയിൻസ് ഉണ്ട്. അപ്പം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓരോ എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കണ്ടൻസ് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും അത്തവണ മെയിൻസ് എഴുതുന്നവരായിരിക്കും. അപ്പോൾ ആ കോമ്പറ്റീഷനും ആ ഒരു പിയർ സാധനങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെയും മൂഡ് ഡിഫറെൻ്റ് ആണ്, രണ്ടും സെർവ് ചെയ്യുന്ന പേർപ്പസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു പ്രിപ്പറേഷൻ കുറച്ച് വർഷം എടുത്തായിരുന്നു അർച്ചനയുടെ ഇപ്പോഴത്തെ ഫൈനൽ ആ ഡ്രീം പോസ്റ്റിലേക്ക് എത്താൻ. സോ ഇതിനിടെ എല്ലാ ആസ്പിറൻറ്റും ഫേസ് ചെയ്യുന്നത് അതായത് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടറുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഫോർ യു, വി വുഡ് ലൈക്ക് ടു നോ വാട്ട് മോട്ടിവേറ്റഡ് യു ത്രൂ ദീസ് ഇയേഴ്സ്. ഇനീഷ്യലി മോട്ടിവേഷൻ എന്ന് പറയുന്നത് IAS എന്നുള്ളൊരു ഡ്രീം കണ്ടിട്ട് തന്നെയാണ് സർവീസിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ അങ്ങനെയുള്ള പോസ്റ്റിങ്സും അതൊക്കെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവായിരുന്നു. അപ്പം മോട്ടിവേഷൻ ആക്ച്വലി ഭയങ്കര ഹൈ ലെവലിലായിരിക്കും, പക്ഷേ ഡെയിലി മോട്ടിവേഷൻ കൊണ്ട് വർക്ക് ചെയ്യത്തില്ല, ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു പാറ്റേണിൽ പോവുക. ഓവർ ദി ഇയേഴ്സ് പിന്നെ ഞാൻ സർവീസൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ആക്ച്വലി ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഐ ഹാഡ് അറ്റംപ്റ്റ്സ് ലെഫ്റ്റ്. പിന്നെ ഐ ഹാഡ് ഫ്രണ്ട്സ് വർക്കിംഗ് ഇൻ വേറെ സർവീസസ് ഒക്കെ. അപ്പം നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പം ഏത് കൈൻഡ് ഓഫ് പ്രൊഫൈലാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമാവുക. എവറി സർവീസ് ഇസ് ഗുഡ്, അങ്ങനെ മോശം നല്ലതില്ല, എല്ലാത്തിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പം അവർ ചെയ്ത വേറൊരു വർക്ക് കാണുമ്പോൾ ഓക്കെ എനിക്ക് അത് ചെയ്താൽ ഇച്ചിരി കൂടെ ഇഷ്ടമാവുമായിരുന്നു, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അപ്പം ഓക്കെ അത് ട്രൈ ഔട്ട് ചെയ്യാൻ എൻ്റെ മുന്നിൽ ഓപ്ഷൻ ഉണ്ട്, അറ്റംപ്റ്റ് ഉണ്ട്, അപ്പം അത് ട്രൈ ചെയ്യാന്നുള്ള ഒരു ഫാക്ടറായിരുന്നു. കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആവുമല്ലോ, നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാവുമ്പം കാര്യങ്ങൾ എങ്ങനെയാണ് സർവീസസ്, ആ ഒരു ഭയങ്കര പുറത്തുനിന്ന് കാണുന്ന ഫീലിംഗ് കുറഞ്ഞു വരുമല്ലോ. കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ ചെയ്ത് നോക്കി. പിന്നെ ഭയങ്കര ലക്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും എല്ലാ സാധനവും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ത്രൂ അങ്ങനെ. Okay. It was great speaking with you, Archana. Thank you. So on behalf of Team Enlight, wishing you a great future. Thank you so much. Okay.